പുതിയ GST നയം 2.0 GST 2.0 ഈ ഒരു സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാണ്. സോ ഈ ഒരു കാര്യം എങ്ങനെ നമ്മളെല്ലാവരും ബാധിക്കും എന്നുള്ളതാണ് ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാന്നുള്ള. സോ ഇതിന്റെ ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. ഞാനൊന്ന് ഷോർട്ടായിട്ട് ഇതെങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതുപോലത്തെ നല്ല നിങ്ങളെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ GST നയത്തോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് പ്രൊഡക്ട്സും സർവീസും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സും സർവീസിൻ്റെ ഒക്കെ GST റേറ്റ് കുറച്ചിട്ടുണ്ട്. GST റേറ്റ് എന്താക്കിയിട്ടുണ്ട്, കുറെ ഫ്ലെക്സിബിലിറ്റി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ എനിക്ക് ഹൈലൈറ്റ് ആയി ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ലോങ് ടേമിലേക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യത്തിന് പണ്ടുണ്ടായിരുന്ന സ്ലാബ് ഇപ്പം 5%, അതുപോലെ തന്നെ 80%, 28% ഒക്കെ ആയിരുന്നു GSTന്റെ പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഉണ്ടായിരുന്നത്. അത് കുറേയൊക്കെ മാറ്റിയിട്ട് കുറേ പ്രൊഡക്ട്സിനെ 0%ലേക്കും 5%ലേക്കും ഒക്കെ ആക്കി വളരെ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ത് നമ്മുടെ ഗവൺമെന്റ്. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. അപ്പോൾ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യത്തിൽ അത് 0% GST ആയിരുന്നു. മുമ്പ് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് GST ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ്ലി കുറച്ചിട്ടുണ്ട്, 0 ആക്കിയിട്ട്. അതുപോലെ തന്നെ മെഡിസിൻ ആയിക്കോട്ടെ, ഒരുപാട് ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മളെ ഫുഡ് ആയിക്കോട്ടെ, നമ്മളെ ഈവൻ അങ്ങോട്ട് ഒരു ക്ലോത്ത് വാങ്ങുകയാണെങ്കിൽ പോലും അതിന്റെ GST റേറ്റിൽ വരെ നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും, എങ്ങനെ നമുക്കൊരു പ്രശ്നമായേക്കാം, ചിലവർക്കെങ്കിലും അത് പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു ചെറിയ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സാധനങ്ങൾക്കൊക്കെ വില കുറയുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളെ ഡെയിലി ഇപ്പം എക്സാമ്പിൾ ഒരു മന്തിൽ ഒരു 10,000 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അതൊരു കുറഞ്ഞൊരു 8,000 അല്ലെങ്കിൽ ഒരു 9,000 കുറയും. അതായത് നമ്മൾ ഡേ ടു ഡേ വാങ്ങുന്ന ഒരുപാട് സാധനത്തിന്റെ വില ഓൾമോസ്റ്റ് കുറയും, കാരണം അതിൻ്റെ ഒക്കെ GST റേറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ഒരു നല്ല രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാനൊന്ന് നോക്കി കാണുന്ന പ്രശ്നങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് എക്സ്പെൻസ് കുറയുമ്പോൾ മേ ബി നമ്മളെ സ്പെൻഡിങ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൂടാം. അതായത് നമ്മളിപ്പം ഒരു സാധനം വാങ്ങുന്ന സമയത്ത് 2 വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പെൻഡിങ് ഓവർ കൂടുമ്പോൾ ഇനീഷ്യലി നമ്മൾ ആ ഒരു ഫേസ് ചെയ്യില്ലെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് വരുന്ന സമയത്തായിരിക്കും അത് നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാം. മറിച്ച് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് കുറയുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും ആ ഒരു എമൗണ്ട്, അഡീഷണൽ എമൗണ്ട് നമുക്ക് അടുത്ത മന്ത് തൊട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. സോ ഇത് രണ്ട് കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മൈൻഡ് സെറ്റ് ബേസ് ചെയ്തിട്ടാണ്. അതായത് അത് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് കുറച്ചും കൂടിയും എക്സ്പെൻസസ് കൂടുതൽ കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, ആ വരുന്ന എമൗണ്ട് മാറ്റി വെച്ച് ഇപ്പം ജീവിക്കുന്ന പോലെ തന്നെ അഡീഷണൽ ആ വരുന്ന എമൗണ്ട് നമുക്ക് നമ്മളെ ഇൻവെസ്റ്റിങ്ങിലേക്കും അതുപോലെ തന്നെ സേവിങ്സിലേക്കും വേണമെങ്കിൽ നമുക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് കംപ്ലീറ്റ്ലി നമ്മളെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, മേ ബി കുറച്ച് പേരെന്താക്കും, ഈ ഓക്കെ റേറ്റ് ഒക്കെ കുറഞ്ഞല്ലോ, അപ്പൊ ഇനി നമുക്ക് എന്താക്കും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ഒന്ന് വാങ്ങുന്ന സ്ഥലത്ത് 2 വാങ്ങുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ബേസിക്കലി മെല്ലെ കൂടുന്നുണ്ട്, പക്ഷെ നമ്മൾ അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ അത് ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് മേ ബി നമ്മൾ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് പ്രൊഡക്ട്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്, ഇന്നത് ലക്ഷറി പ്രൊഡക്ട്സിന് ഇത്ര 40% അബോ ആ ഒരു റേഞ്ചിൽ 40% GST ആണ്, ഇന്ന എസെൻഷ്യൽ എലമെന്റ്സിനൊക്കെ ഇത്ര % ഓഫ് GST ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒരു നോർമൽ ആൾക്കാർക്ക്, ഒരു നമ്മൾ ഡേ ടു ഡേ പോകുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഓവർ സ്പെൻഡിങ്ങിലേക്കോ കാര്യങ്ങളിലേക്കോ വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് നെഗറ്റീവ് ഉണ്ട്. മറിച്ച് അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുക, ആ വരുന്ന ബാക്കിയുള്ള എമൗണ്ട് ഇപ്പൊ എക്സാക്ട്ലി ഇതിനു മുമ്പാണെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് എന്തായാലും സ്പെൻഡ് ചെയ്തു, അപ്പൊ ആ ഒരു എമൗണ്ട്, ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഇനി കിട്ടുന്ന സേവിങ്സ് ആക്കി മാറ്റി വെച്ച് അത് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവും. സോ ഇതിന്റെ പുതിയ GST നയത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഷാരിഖ് സംസുദ്ദീന്റെ ഒരു വീഡിയോയിൽ തന്നെ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും എക്സാമ്പിൾസ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഡീറ്റെയിൽസ് കിട്ടും എന്താണെന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞത്, ഇങ്ങനെ കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. സോ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.